Hare Hare, Hare Ram, Ram Ram, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Ram Rama, Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Jaya Krishna Balaram, Jaya Krishna Balaram, Krishna Balaram, Jaya Krishna Balaram, Jaya Gauranita, Jaya Gauranita, Gauranita, Jaya Gauran, Jaya Jaya Prabhupada, 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 Jaya Jaya Prabhupada. Jaya Jaya Gurudev, Gurudev, Gurudev Jaya Jaya Guru. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Hari Om Talsa. Hare Krishna. എല്ലാവർക്കും മറ്റൊരു ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സുസ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മള് ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 17 ശ്ലോകം 22. ഹരേ കൃഷ്ണ. അദേശകാലേ യദ്ദാനം അപാത്രേ ഭൃശ്യദീയതേ അസത്കൃതമവജ്ഞാതം തത്താമസമുദാഹൃതം. അദേശകാലേ യദ്ദാനം അപാത്രേ ഭൃശ്യദീയതേ അവജ്ഞാതം തത്താമസമുദാഹൃതം. അദേശകാലേ യദ്ദാനം അപാത്രേ ഭൃശ്യദീയതേ അസത്കൃതമവജ്ഞാതം തത്താമസമുദാഹൃതം. ഉചിതമല്ലാത്ത കാലത്തും അവിശുദ്ധമായ സ്ഥലത്തും അനർഹരായവർക്കും നൽകപ്പെടുന്ന ദാനവും ആദരം കൂടാതെയോ അവജ്ഞയോടെയോ നൽകപ്പെടുന്നതും താമസമെന്ന് പറയപ്പെടുന്നു. ഭാവാർത്ഥം ശില പ്രഭുപാദ് കീച്ചായി. ലഹരി പാനത്തിനോ ചൂതുകളിക്കോ വേണ്ടിയുള്ള ദാനം തമോ ഗുണപ്രധാനമത്രേ. അതിവിടെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, പ്രയോജനകരവുമില്ല. അത്തരം ദാനം പാപകർമ്മത്തിന് പ്രേരകമാണ്. ദാനാർഹനായ ഒരാൾക്ക് അശ്രദ്ധമായി അവഗണനയോടെ നൽകുന്ന ദാനവും അത്ര തന്നെ താമസമാണ്. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനത്തിമിരന്ദസ്യ ജനാഞ്ജനാശലാകയാ ചക്ഷുരന്മേൽമസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസാദ ഭൂതലേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമിനി നാമനെ നമസ്തേ സരസ്വതി ദേവി ഗൗരിവാണി പ്രചാരണ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശത്താൽ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാചാര്യ ഗൗരി ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഹരേ കൃഷ്ണ. ചിലരാൾക്കാര് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നത് കേട്ടിട്ടുണ്ടോ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതിന് പകരം അവര് ചൊല്ലുന്നത് ഇങ്ങനെയാണ്: ഹരേ കിത്തന 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കിത്തന കിത്തന ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കേട്ടിട്ടുണ്ടോ? അതായത് എനിക്ക് എത്ര കിട്ടും, എനിക്ക് കിത്തന കിട്ടും അല്ലെ. ഞാനിങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ ഉപയോഗം? ഞാനിങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ എനിക്കെന്ത് പ്രയോജനം? എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും തരുമോ? കിത്തന എത്ര കിട്ടും എന്നുള്ളത്, എത്ര ലഭിക്കും, തിരിച്ചു ലഭിക്കും എന്നുള്ളത് അല്ലെ. അങ്ങനെ വിചാരിച്ച് നമ്മൾ ജപിക്കാൻ പാടുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. ഒരല്പം പോലും ഒരു താല്പര്യവും അല്ലെങ്കിൽ ഒരു റിസൾട്ടും അല്ലെങ്കിൽ അതിന്റെ ഫ്രൂട്ടും അല്ലെങ്കിൽ അതിന്റെ ഫലവും നമ്മൾ ചിന്തിക്കാതെ വേണം നമ്മൾ ജപിക്കാൻ എന്നാണ് പറയാം.
അപ്പൊ ഇവിടെ ദാനത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഭഗവാൻ പറയുന്നുണ്ട് പലതരത്തിലുള്ള ദാനങ്ങളുണ്ട്. ആ ദാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇതില് ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? ആ, ഏറ്റവും അധമമായിട്ടുള്ള ദാനം. അത് മൂന്നാമത്തെ ഗുണത്തിലുള്ള ദാനം. ആ ദാനം എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണെന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്, അല്ലെ? അപ്പൊ ദാനം എന്തായിരുന്നാലും ഭഗവത്ഗീതയിലൊക്കെ ഉടനീളം ഭഗവാൻ പറയുന്ന ദാനത്തെ കുറിച്ചിട്ടൊക്കെ, അല്ലെ? ദാനത്തിനെ കുറിച്ചിട്ടും തപസ്സിനെ കുറിച്ചിട്ടും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ദാനം നമുക്ക് ചെയ്യാം, അല്ലെ? ദാനം നമ്മളൊരു എന്താണ് മോശപ്പെട്ട കാര്യമല്ല, ദാനം ചെയ്യേണ്ടത് ആവശ്യമാണെന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെ? അത് ആർക്ക് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എപ്പോ ചെയ്യണം, അതാണ് ഇതില് ദേശകാലേ എന്ന് എഴുതിയിട്ടില്ലേ, അല്ലെ? ഈ ഭഗവാൻ പറയുന്നില്ലേ ദേശകാലേ, കാലവും അല്ലെ സമയവും സന്ദർഭവും ഒക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് എന്നാണ് പറയുന്നത്. അപ്പോ അപ്പൊ അതെ, എന്തിനാണ് അതിനുള്ള ഒരു കഥ പറയാം. അതായത് ഒരു സ്ഥാപനം, ഒരു ഓർഗനൈസേഷൻ, ഒരു വലിയ കമ്പനി, ആ ആ ആ ആ സ്ഥാപനത്തില് നമ്മളെല്ലാവരും ജോലി ചെയ്യുകയാണെന്ന് വെച്ചു. നമ്മളെല്ലാവരും ആ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഏഹ് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത്, വളരെ സീരിയസ് ആയിട്ടാണ് എല്ലാവരും. ഇപ്പൊ മാനേജ്മെന്റിന് ഭയങ്കര സന്തോഷമാണ് നമ്മളിങ്ങനെ ജോലി ചെയ്യുന്നത്, അല്ലേ? അപ്പൊ എല്ലാവരും വളരെയധികം ആത്മാർത്ഥമായിട്ട് സ്വന്തം കമ്പനി എന്നുള്ള നിലയിലാണ് അവരെല്ലാവരും ജോലി ചെയ്യുന്നത്, അല്ലെ? 10 മണിക്കാണ് തുടങ്ങേണ്ടത്, പക്ഷെ നമ്മൾ 8 മണിക്ക് ചോദിരുന്ന് ജോലി ചെയ്യും. കാരണം അതിനോടുള്ള ആത്മാർത്ഥതയുണ്ട്, സ്നേഹമുണ്ട്. വൈകിട്ട് 5 മണി വരെ ജോലിയുണ്ട്, പക്ഷെ 6-7 മണി വരെയൊക്കെ ഇരുന്ന് നമ്മൾ പണി ചെയ്യും, അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാനേജ്മെന്റ് പറഞ്ഞു, നിങ്ങളുടെ ജോലിയിലൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, പക്ഷേ ഈ വർഷം മുതൽ നമ്മൾ ഇൻക്രിമെന്റും സാലറി എന്താണ് ഇൻക്രീസും നിർത്തി, അല്ലെ? ഇൻക്രിമെന്റ് കിട്ടില്ല, ബോണസ് കിട്ടില്ല, ശമ്പളത്തിന് ഒരു അല്ലെ ശമ്പളം കൂടുതൽ തരത്തില്ല, അല്ലെ? ശമ്പള കയറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. അപ്പൊ നമുക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ ശുഷ്കാന്തി ഇനി നാളെ തൊട്ടുണ്ടാവുമോ? ഇല്ല. 10 മണി എന്നുള്ളത് ചിലപ്പോൾ 10:30 വരത്തുള്ളൂ, അല്ലെ? 5 മണി എന്നുള്ളത് ചിലപ്പോൾ 4:30 പോകുന്നു. എന്തിനു ജോലി ചെയ്യുന്നു, അല്ലെ? ഇപ്പൊ അധിക ജോലി, അതാണ് നമ്മൾ അവിടെ നോക്കേണ്ടത്. ഉം. അങ്ങനെ അങ്ങനെ ചിന്തിച്ചു പോകും, അല്ലെ? പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ? ഇല്ല, നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. മറ്റൊരു ഉദാഹരണം, 8-ാം ക്ലാസ്സിൽ ഒരു കുട്ടി പഠിക്കുകയാണ്, അല്ലെ? ആ കുട്ടി നല്ല മിടുക്കനാണ്, മിടുക്കനായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ക്ലാസ്സിൽ എല്ലാത്തിനും ഫസ്റ്റ്, എല്ലാ സബ്ജക്റ്റിനും ഫസ്റ്റ് ആണ്, അല്ലെ? എപ്പോഴും നല്ല മാർക്ക് വാങ്ങിച്ച് ക്ലാസ്സിലൊക്കെ ശ്രദ്ധയോടെ ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവനൊരു സ്കൂളിലാണ് പഠിക്കുന്നത്. ഒരു സുപ്രഭാതത്തില് ഹെഡ് മിസ്റ്റർ ക്ലാസ്സിലേക്ക് കയറി വന്നിട്ട് പറയാൻ, അടുത്ത വർഷം മുതൽ ഇനി ഈ സ്കൂളിൽ 9-ാം ക്ലാസ് മുതലുള്ള ക്ലാസ്സുകൾ കാണത്തില്ല, എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പോകും. 9, 10, 11, അല്ലെ? ഹയർ സെക്കൻഡറിയിൽ 9, 10, 11 ഉണ്ടാവും. അതില്ല, അതിനി അടുത്ത കൊല്ലം മുതലില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ സ്കൂളിൽ പോയി ചേരണം, അല്ലെ? ആ സ്കൂളിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഈ പയ്യന് ആ പഠിക്കാനുള്ള ഒരു ശുഷ്കാന്തി നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്, അല്ലെ? ഏഹ് അപ്പൊ ഇനി എത്ര പഠിച്ചാലും ഇവിടെ ഇനി പ്രൊമോഷൻ കിട്ടത്തില്ല, പിന്നെ എന്തിനു പഠിക്കണമെന്ന് വിചാരിച്ചു, അല്ലെ? ആ ഒരു താല്പര്യം കുറയും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു ചൂടുണ്ട്, 98 അങ്ങനെയാണ്, അല്ലെ? അപ്പൊ ആ ചൂട് എല്ലാവർക്കും, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ ശരീരത്തിൽ ആ ചൂടുണ്ട്. പക്ഷെ അത് നമുക്ക് പ്രശ്നമല്ല, അത് ആവശ്യമുള്ള ചൂടാണ്. പക്ഷെ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ആവശ്യത്തിന് അധികം ചൂടായി കഴിഞ്ഞാല് നമുക്ക് പനി വരും, അല്ലേ? നമുക്ക് പനിയാണ്, ഉടനെ നമ്മൾ ആരെ അന്വേഷിച്ച് പോകും? ഡോക്ടറെ അന്വേഷിച്ച് പോകും, ഹോസ്പിറ്റലിൽ പോകും, മരുന്ന് വാങ്ങിച്ചാൽ, അല്ലെ? അപ്പൊ എല്ലാത്തിനും ഒരു അളവുണ്ട്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നർത്ഥം. മനസ്സിലായില്ലേ? ഇല്ലേ? അപ്പൊ ഈ കഥകളൊക്കെ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, ഈ ദാനവും ഇതുമായിട്ട് എന്ത് ബന്ധമാണ്, അല്ലെ? വിചാരിച്ചിട്ടില്ലേ? ഇപ്പൊ പലരും വിചാരിച്ചിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് നമുക്ക് ഇനി പറയാം. അതിലാദ്യമായി നാം ചിന്തിക്കേണ്ടത് ഈ ദാനം ആവശ്യമാണോ എന്നുള്ളതാണ്, അല്ലെ? ഈ ദാനം നമുക്ക് എന്തിനാണ്, അതിന്റെ ആവശ്യമുണ്ട്? ഈ ദാനം ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ എന്തിനു വേണ്ടി ദാനം ചെയ്യണം? എന്തുകൊണ്ട് അതെല്ലാം നമുക്ക് വേണ്ടി സ്വരൂപിച്ച് വെച്ചുകൂടും? ഈ ദാനം ചെയ്യുന്നതൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് ഉപയോഗിച്ചൂടെ, അല്ലെ? എന്ന് നമുക്ക് ചിന്തിക്കാം, അല്ലെ? ഈ ദാനം ചെയ്യുന്നത് എന്തിനാണ്? അതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ പോയി, സൂക്ഷിച്ചു വെച്ച് നമുക്ക് നാളത്തേക്ക് ഉപയോഗിച്ചൂടെ എന്ന് ചിന്തിക്കും. അപ്പൊ ഇവിടെ
ഇതിനെ ആസ്പദമാക്കിയിട്ട് പ്രഭുപാദര് എപ്പോഴും പറയുന്ന ഒരു ഒരു കഥയുണ്ട്. അതായത് നമ്മുടെ വീട്ടിന്റെ വെളിയിൽ സ്ട്രീറ്റാണ്, ആൾക്കാർ നടന്നു പോകുന്ന വഴിയാണ്. ആ വഴിയില് നമ്മൾ ഒരു ചാക്ക് അരി കൊണ്ടുവച്ചാൽ, അല്ലെ, എന്നിട്ട് നമ്മൾ അകത്ത് കയറി ഒളിച്ചിരിക്കണം. എന്ത് സംഭവിക്കുന്നു അറിയാനായിട്ട്. വെളിയിൽ വരാൻ പാടില്ല. വെളിയിൽ ഒരു ചാക്ക് അരി കൊണ്ടുവച്ചാല് ആദ്യം എന്താ ചെയ്യാച്ചാല് ചെറിയ ചെറിയ കിളികൾ വന്നിട്ട് അവരുടെ കൊക്കിൽ ഒതുങ്ങാൻ പറ്റുന്നത് എടുത്തോണ്ടങ്ങ് പോകും. ദേ ആർ ഹാപ്പി, വെരി ഹാപ്പിയാണ്. അവർ വളരെ സന്തോഷമാണ്, അല്ലെ. കൊക്ക്, അല്ലെങ്കിൽ എന്താണ്, കിളികള്, കുരുവികള്, കാക്കകള്, അല്ലെ, അങ്ങനെയുള്ള പക്ഷികളെല്ലാം വന്ന് അവരുടെ ചുണ്ടിൽ കൊള്ളാൻ പറ്റുന്നത്, അല്ലെ, അവരെടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എടുത്തു, കുറച്ച് 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 അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തു. നേരെ മറിച്ച് അവിടെ ഒരു മനുഷ്യൻ വന്നാൽ, അത് കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് നോക്കുകയാണ്, അല്ലെ, ഒരു ചാക്ക് അരി ഇരിക്കുന്നു. അദ്ദേഹം പിരിഞ്ഞൊക്കെ നോക്കും, അല്ലെ, എല്ലായിടത്തും നോക്കിയിട്ട് ആരും ഇല്ല. ഈ ചാക്കോടെ പൊക്കിക്കൊണ്ട് വീട്ടിൽ പോയി, അല്ലെ. ഈ ചാക്കരി മൊത്തം അയാളിപ്പോ കഴിക്കാൻ പോവാണോ? അങ്ങനെയൊക്കെ ആ ഒരു ചാക്കരിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ അത്യാഗ്രഹം മനുഷ്യന് മാത്രമുള്ള ഒരു പ്രവണതയാണ്, അല്ലെ, ഒരു വികാരമാണ് അത്യാഗ്രഹം, അല്ലെ. അതുകൊണ്ടാണ് ദാനം ചെയ്യുന്നത്. ആ കുരുവികൾക്ക് അത്യാഗ്രഹം ഇല്ലേ? അതിന് മാത്രം ആവശ്യമുള്ളത് മാത്രം എടുത്തു. അതുകൊണ്ട് അവർ ദാനം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ആവശ്യത്തിന് മാത്രമേ അവർ എടുക്കുന്നുള്ളൂ. അവരതിന് ദാനം ചെയ്യേണ്ടതിന്റെ ആവശ്യമില്ല. പക്ഷെ മനുഷ്യന് അത്യാഗ്രഹമുള്ളത് കൊണ്ട് അവര് ദാനം കൊടുക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെ. അതാണ് ദാനം ചെയ്യേണ്ട ആവശ്യം. ആദ്യത്തെ ഭഗവത്ഗീതയുടെ അധ്യായങ്ങളിൽ ഭഗവാൻ നമുക്ക് ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും പ്രാധാന്യത്തെ കുറിച്ചാണ് ഒക്കെയാണ് പറഞ്ഞു തരുന്നത്, അല്ലെ. അവസാനത്തെ ഈ അധ്യായങ്ങളിൽ ഭഗവാൻ ഇൻസ്ട്രക്ഷൻസ് ആണ് തരുന്നത് അർജുനനിലൂടെ, അല്ലെ. ഇൻസ്ട്രക്ഷൻസ് ആണ്, അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യം, അതൊക്കെ ഭഗവാൻ ഇങ്ങനെ നമുക്ക് ഇൻസ്ട്രക്ഷൻ രൂപേണ തരികയാണ്, അല്ലെ. ഇതുവരെ ഭഗവാൻ നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്, അർജുനന് വളരെ ഫ്രണ്ട്ലി ആയിട്ട്, അല്ലെ, കൊള്ളിക്കൂടെ കൈയൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് സംസാരിച്ചത്. ഇപ്പോ അദ്ദേഹം ഒരു ഗുരുസ്ഥാനത്ത് വന്നിട്ട്, അല്ലെ, അദ്ദേഹം ഇൻസ്ട്രക്ഷൻ ചെയ്തു തുടങ്ങി. അപ്പോ ദാനം 3 തരത്തിലുണ്ടെന്നാണ് ഭഗവത് പറയുന്നത്. സത്വ, രജോ, തമോ ഗുണം. നമ്മൾ ഈ ലോകത്തേക്ക് വന്നപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? വെറും കൈയോടെയല്ലേ വന്നത്, അല്ലേ? നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോ ആ കയ്യിലകത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നു, വായിക്കാത്ത എന്തെങ്കിലും ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഇറുകി പിടിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഒന്നുമില്ലായിരുന്നു, അല്ലെ. വെറും കൈയോടെയാണ്. നമ്മൾ തിരിച്ചു പോകുമ്പോഴോ എന്തെങ്കിലും കയ്യിൽ വെച്ചേക്കാൻ പറ്റുമോ? അല്ലെ. ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കിയില്ലേ, ഒരു 2 ലക്ഷം യമകിങ്കരന്മാരോട് പറയാം എനിക്കൊരു ചെരുപ്പൊക്കെ മേടിച്ചു തരാം എന്നും പറഞ്ഞ് അവർക്ക് ഇച്ചിരി കൈക്കൂലിയെ കൊടുക്കാം എന്നും പറഞ്ഞ് നമുക്ക് കുറച്ച് കാശ് നമ്മളെ കയ്യിൽ വെച്ചേക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല, അല്ലേ. അതാണ്. അപ്പോ നമ്മുടെ ഈ ശരീരം നമ്മുടെ ആത്മാവിനെ വഹിക്കുന്ന ഒരു കാറാണ്, അല്ലെ. നമ്മുടെ ഇന്ദ്രിയാരൂഢ ആത്മീയ എന്ന നമ്മുടെ ഒരു ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമുണ്ട്, കേട്ടിട്ടുണ്ടാവും. അത്രയ്ക്കും പ്രിയപ്പെട്ട ഈ ശരീരം പോലും നമുക്ക് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റത്തില്ല, അല്ലെ. അതുകൊണ്ടാണ് അലക്സാണ്ടർ ചക്രവർത്തി, അയാൾ എത്ര വൃത്തികെട്ടവനായിരുന്നാലും ആയിരുന്നിരുന്നെങ്കിലും അദ്ദേഹം ഒരു കാര്യം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അദ്ദേഹം ഈ രാജ്യങ്ങൾ മുഴുവൻ വെട്ടിപ്പിടിച്ചു, എല്ലാം യുദ്ധം ചെയ്ത് എല്ലാവരെയും കൊന്നൊടുക്കി. അത് മുഴുവൻ അദ്ദേഹം സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു അത്യാഗ്രഹമായിരുന്നു, ഒരു ഹരമായിരുന്നു, ഒരു ഭ്രമമായിരുന്നു, ഒരു പ്രാന്തായിരുന്നു, ഒരു വട്ടായിരുന്നു. എന്തിന്? ഈ രാജ്യങ്ങൾ മുഴുവൻ, അല്ലെ, അടക്കി ഭരിക്കണമെന്ന്. അങ്ങനെ അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ. ഈ രാജ്യം എങ്ങനെ ആക്രമിക്കാം, ഈ രാജ്യം എങ്ങനെ ആക്രമിച്ച് കീഴടക്കാം. അപ്പൊ വേറൊരു രാജ്യത്തിനെ ആക്രമിക്കുമ്പോൾ നേരത്തെ ആക്രമിച്ച രാജ്യങ്ങളൊക്കെ, അല്ലെ, അവർ തിരിച്ചു വന്ന് ആക്രമിച്ചിട്ട് അവർ തിരിച്ചു എടുത്തുകൊണ്ട് പോവാണ്. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. എന്നാലും തിരിച്ചു വന്നിട്ട് അതും കൂടെ പിടിച്ചിട്ട് ഇത് തിരിച്ചു വന്നിട്ട് വീണ്ടും ഇതിനെ പിടിച്ചോണ്ട് വരും, അല്ലെ, ഇതിനെ പിടിച്ചടക്കും. അങ്ങനെ അടക്കി, അല്ലെ, എല്ലാം കൈക്കലാക്കി. പക്ഷെ അവസാനമാണ് അദ്ദേഹത്തിന് വെളിവായത്, ഒരു ഒരു എന്താണ് ഒരു മനസ്സിലായത്. മനസ്സിലായത്? എനിക്ക് തിരിച്ചു പോകുമ്പോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അദ്ദേഹം അങ്ങനെ, അല്ലെ, എന്താണ് ഈ മരണക്കിടക്കയിലായിരിക്കുന്ന സമയത്ത് മന്ത്രിയെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്ന ശവപ്പെട്ടിയിൽ, എന്റെ അവസാനത്തെ യാത്രയിൽ കൊണ്ടുപോകുന്ന ശവപ്പെട്ടിയിൽ 2 ഹോൾ ഇട്ടേക്കണം, അല്ലെ. ആ ഹോളിലൂടെ എന്റെ കൈ 2ഉം വെളിയിൽ ഇട്ടേക്കണം, എല്ലാരും കാണണം ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല, അല്ലെ. അപ്പൊ ഇത്രയൊക്കെ ദുഷ്ടനായ ഒരു രാജാവായിരുന്നെങ്കിൽ, ഞാൻ മാത്രമേ ദുഷ്ടനെന്ന് പറയുള്ളൂ, വേറെ ആരും പറയുന്നില്ല, അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്നാണ് പറയുന്നത്.
അല്ലേ? ഏഹ് എന്തിനാണെങ്കിൽ ഇതൊക്കെ പിടിച്ചടക്കിയത്? വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇല്ല. ആൾക്കാർ അവിടെ സമാധാനമായിട്ട് കഴിയില്ലായിരുന്നു, അല്ലേ? പക്ഷെ അതൊക്കെ നടന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു അലക്സാണ്ടർ നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. എന്താണ്? നമ്മൾ തിരിച്ചു പോകുമ്പോ ഒന്നും കൊണ്ടുപോകുന്നില്ല. ഈ കൈ ഇങ്ങനെ കിടന്ന് ആടുകൾ, അല്ലേ? ആ കോഫിനകത്ത്, അല്ലേ? അപ്പോ നമ്മൾ ഈ അനുഭവിക്കുന്നതെല്ലാം ഭഗവാനിൽ നിന്ന് വന്നതാണ്. നമുക്ക് എന്തുണ്ടോ അത് നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കേണ്ടതാണ്, അല്ലെ, ദാനം എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാം നമ്മൾ ഭഗവാന്റെ കാര്യങ്ങളാണ്, അല്ലെ, നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുന്നത്? ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ, അഹം സർവസ്യ പ്രഭോ, എല്ലാം എന്നിൽ നിന്നാണോ, അല്ലെ? ഭഗവാൻ തന്ന കാര്യങ്ങൾ നാം ഉപയോഗിക്കും. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം ഭഗവാന്റെ കാര്യങ്ങളാണ്. നമ്മളിപ്പോ അനുഭവിക്കുന്നതെല്ലാം ഭഗവാൻ നമുക്ക് തന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ഭഗവാനോട് ഇട്ടിരുന്നതാണ്. നമ്മൾ അനുഭവിക്കുന്നത് ഇത് കുറെ കാലം മുമ്പ് വേറെ ആരും ഉപയോഗിച്ചിരുന്നതാണ്, അല്ലേ? ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെ കാലശേഷം ഇത് വേറെ ആരെങ്കിലും ഉപയോഗിക്കും. നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല, നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല, അല്ലേ? നമുക്കല്ലാത്ത കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നാം അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം, അല്ലേ? ഏഹ് അപ്പോ ഇപ്പൊ പങ്കുവച്ചില്ലേ, നമ്മൾ മരിച്ചു കഴിഞ്ഞ ശേഷം പങ്കുവയ്ക്കും, അല്ലേ? അപ്പൊ ഒരാള് പറഞ്ഞ എന്താണ്, ഒരു ഒരു ആചാര്യൻ പറഞ്ഞാണ്, അതായത് ഉം, ഭയങ്കര പിശുക്കനായിട്ടുള്ള ഒരാൾ, അങ്ങേരാണ് ഏറ്റവും വലിയ ദാനകർത്താവ് എന്നാണ് പറഞ്ഞത്. എന്താ കാര്യം എന്നറിയും? അദ്ദേഹം ജീവിച്ചിരുന്നപ്പോ ഒരു പൈസ, 5 പൈസ ആർക്കും കൊടുക്കത്തില്ല. എല്ലാം കൂട്ടി കൂട്ടി വയ്ക്കും. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അപ്പോ ഇല്ല, തരത്തില്ല എന്ന് പറയും. അത്രയും പിശുക്കനായിരുന്നു. പക്ഷെ അദ്ദേഹം മരിച്ചപ്പോ ഇത് മുഴുവൻ ബന്ധുക്കള് കൊണ്ടുപോയി, അല്ലെ? ബന്ധുക്കൾക്ക് ദാനം കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ആ ഒരു ആചാര്യൻ പറഞ്ഞത്, എന്താണ്? പിശുക്കന്മാരാണ് ഏറ്റവും വലിയ ദാതാക്കൾ, അല്ലെ? ദാനം ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും വലുത് പിശുക്കന്മാരെന്നാണ്. കാരണം അവർ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും കൊടുക്കില്ല, പിന്നെ മരിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ അടിച്ചു വെച്ച് എല്ലാം കൂടെ കൊടുക്കും, അല്ലേ? അടിവെച്ച് കിട്ടില്ലെങ്കിൽ കോടതിയിലെങ്കിലും പോയി കേസ് പറഞ്ഞൊക്കെ പോകും. അതുകൊണ്ടാണ് അവര് ഏറ്റവും വലിയ ദാതാവ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അത് നമ്മള് തീർച്ചയായും നാം അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കും. അപ്പൊ ഒരു ചോദ്യം വരും, അല്ലേ? നാം ആർക്കാണ് ദാനം കൊടുക്കേണ്ടത്? ഒരു വലിയ ചോദ്യമാണ്. നാം ആർക്ക് ദാനം കൊടുക്കണം? ആർക്കാണോ അത് അത്യാവശ്യമായിട്ടുള്ളത് അവർക്ക് വേണം നമ്മൾ ദാനം കൊടുക്കണം, അല്ലേ? അതുകൊണ്ട് വളരെ ഉപയോഗം ചെയ്യണം, ഇല്ലേ? ഇവിടെ പണ്ട് വെസ്റ്റേണേഴ്സ് വന്നപ്പോ, അതായത് സായിപ്പന്മാർ വന്നപ്പോ, യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നപ്പോ, ഏഹ് ഈ തെരുവുകളിലൊക്കെ ഒരുപാട് ഭിക്ഷക്കാരെ കണ്ടു. നമ്മുടെ ഇന്ത്യൻ തെരുവുകളിൽ അന്നൊക്കെ ഒരുപാട് ഭിക്ഷക്കാരുണ്ട്, അല്ലേ? അപ്പൊ തന്നെ അവർക്ക് മനസ്സിലായി ഇവിടെ എന്തോ കുഴപ്പങ്ങളുണ്ട്, പല കാര്യങ്ങളും നേരെ നടക്കുന്നില്ല എന്ന് മനസ്സിലായി. ഇപ്പൊ നമുക്ക് അത്രയ്ക്കും ഭിക്ഷക്കാരുണ്ടോ? ഇല്ല. ഭിക്ഷക്കാരെ ഉന്മൂലനാശം ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കില്ല. കാര്യം എന്ന് വെച്ചാല് അവരൊക്കെ കോടീശ്വരന്മാരാ. അവർക്കറിയാം ഭിക്ഷ കൊണ്ടുള്ള പൈസ എന്തുമാത്രമാണ്. അവർക്ക് അടുക്കി വെക്കാൻ പറ്റാത്ത ആ, സ്ഥലമില്ല, അവർ അടുക്കി വെക്കാൻ. അത്രയ്ക്കും അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അല്ലേ? ഈ ഭിക്ഷക്കാരെല്ലാം കോടീശ്വരന്മാരാണ്, നമ്മൾ ഈ കാണുന്ന ഭിക്ഷക്കാരെല്ലാം. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാ ദിവസവും 2 3 ഭിക്ഷക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ അവർക്കൊക്കെ പൈസ എടുത്ത് വെച്ചു വച്ചേക്കാൻ വരുന്നു, അല്ലെ? എല്ലാ ദിവസവും നമ്മൾ ഭിക്ഷ കൊടുക്കുമായിരുന്നു, അല്ലേ? നീ അവന്റെ എന്താണ് പാപം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം ഭിക്ഷ. അവർ കൊണ്ടുപോയി ചാരായം കുടിച്ചാൽ അതിന്റെ ഫലം കൂടെ നമുക്കാണ് കിട്ടും. അവൻ കൊണ്ടുപോയി കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം കൂടെ നമുക്കാണ് കിട്ടും. അത് നമുക്ക് അറിയത്തില്ല, നമ്മൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പൊ പിന്നെ അങ്ങനെ, അല്ലെ, ഭിക്ഷക്കാരെയൊന്നും അങ്ങനെ കാണുന്നില്ല, ഒരുപാടില്ല. കാര്യം എന്താണ്? അത് നിയമരഹിതമായി, നിയമത്തിന് എതിരായതുകൊണ്ട് പോലീസ് പിടിച്ചോണ്ട് പോകും, അങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഭിക്ഷക്കാരുണ്ട്. പക്ഷെ പണ്ട് ഇവിടെ ഇഷ്ടംപോലെ ഭിക്ഷക്കാരുണ്ട്. ഒരിക്കല് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി ഠാക്കൂർ, അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ ആ, തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, സംഗീതം ചെയ്ത് നടന്നു പോകുമ്പോ പെട്ടെന്ന് ആ, കുറച്ച് ഭിക്ഷക്കാര് അവരെ സമീപിച്ചു. അവരെ സമീപിച്ചപ്പോ ഈ ശിഷ്യന്മാർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഏഹ് അപ്പൊ അവര് അവജ്ഞയോടെ അവരെ നോക്കുകയും ആട്ടി പായിക്കുകയും ചെയ്തു. ഓടോ, ഓടിക്കോ, വിഷയം തരത്തില്ല, പൊക്കണം, മനസ്സിലായി. ഇത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി ഠാക്കൂർ മഹാരാജ് കാണുകയും അതിൽ ഒരുപാട് നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ എന്താണ് വിചാരിച്ചത്? ഏഹ് നിങ്ങൾ ഇത്രയും എന്താണ് കഠിന ഹൃദയരാണ്? നിങ്ങളുടെ ഹൃദയം ഇത്രയും കരിങ്കല്ലാണോ? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാർക്ക് മേഴ്സി ഇല്ലാതെ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഹൃദയം കൂടുതൽ കഠിനമാവുകയുള്ളൂ എന്നാണ് ആര് പറഞ്ഞത്? ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി ഠാക്കൂർ പറഞ്ഞു. അതായത് നമ്മൾ ആചാര്യന്മാരും എന്താണ് ദാനം കൊടുക്കുന്നതിന് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതാണ്
ആ, ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി നമ്മളെ പഠിപ്പിച്ചത്. ആ, പക്ഷേ നമ്മൾ ഈ ദാനം കൊടുക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിലൊരു അപകടം, നമ്മൾ ആർക്കെങ്കിലും ഭിക്ഷ കൊടുക്കുകയും അത് മോശമായ കാര്യത്തിന് അവർ ഉപയോഗിക്കുകയും ചെയ്താൽ അതിന്റെ ഫലം നമ്മള് അനുഭവിക്കേണ്ടി വരും. ഈ ഭിക്ഷയും കൊണ്ട് അവൻ നേരെ ചാരായക്കടയിലോട്ടാണ് പോകുന്നതെങ്കിൽ, ഏഹ് ചാരായമാണ് വാങ്ങിച്ചു കുടിക്കുന്നെങ്കിൽ, മദ്യം വാങ്ങിയാണ് സേവിക്കുന്നതെങ്കിൽ അതിന്റെ പാപം കൂടെ നമുക്ക് വന്നു ചേരും. വലിയ ആവശ്യം എന്താണ്, ഇല്ലേ? ഏഹ് നമ്മൾ തന്നെ ഒരുപാട് പാവം ഇങ്ങനെ എങ്ങനെ ചുമക്കാന്ന് പറഞ്ഞ് നടക്കുക. ജന്മജന്മാന്തങ്ങളായി നമ്മൾ സുരഭിച്ചു കൂട്ടിയ പാവങ്ങൾ നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട്, അല്ലേ, തലയ്ക്കകത്ത്. അതിന്റെ കൂടെ ഇതും കൂടെ മേടിച്ചു വെക്കേണ്ട വല്ല ആവശ്യമുണ്ട്, അല്ലേ? പക്ഷേ അപ്പൊ നമ്മൾ ചിന്തിക്കും, ഇങ്ങനെ ഭിക്ഷയൊക്കെ വരുന്നവർക്ക് പിന്നെ എന്തോ ചെയ്യും, അവർക്ക് ഭിക്ഷ കൊടുക്കണ്ടായി. കൊടുക്കണം, ഭിക്ഷ കൊടുക്കണം. അത് പാത്രം അറിഞ്ഞു കൊടുക്കണമെന്നാ പറയാ. എന്താണ് ഈ പാത്രം അറിഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ? അവർക്ക് വിശക്കുന്നത് കൊണ്ടല്ല, അവർക്ക് ആഹാരം കഴിക്കാൻ വേണ്ടിയല്ലേ അവര് അയ്യോ അയ്യോ തായേ, ഞാൻ 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും തായെന്ന് പറഞ്ഞിട്ടല്ലേ വരുക. ഭക്ഷണം കൊടുക്കണം, പ്രസാദം കൊടുക്കണം, ഭഗവാന് പ്രസാദം കൊടുക്കണം. ഏറ്റവും നല്ലത് അതാ. മനസ്സിലായി? അവർക്ക് കൃഷ്ണപ്രസാദം കൊടുക്കണം. അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്? അതുകൊണ്ട് അവർക്ക്, അല്ലെ, വിശപ്പും മാറും, പിന്നെയോ കുറച്ച് ആത്മീയ ഉണർവും കിട്ടും. എന്താ കഴിച്ചേ അവര്? പ്രസാദമാ കഴിച്ചേ, അല്ലെ? നമ്മൾ ഭഗവാൻ ഓഫർ ചെയ്ത പ്രസാദമാണ് അവർക്ക് കൊടുത്തത്, അല്ലെ? അപ്പൊ അവർക്ക് ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ്. അതായത് അവരുടെ വിശപ്പ് മാറുന്നു, ശരീരത്തിന് ഉന്മേഷം വരുന്നു, അല്ലെ? പിന്നെയോ അവർക്ക് ആത്മീയമായിട്ടുള്ള ഒരു ഉണർവും വരും. അതല്ലേ നല്ലതപ്പോ, അല്ലെ? യവൻ കൊണ്ടുപോയി ചാരായം വാങ്ങിച്ചു കുടിച്ച് കഞ്ചാവ് അരിച്ചു അതിന്റെ പാവം കൂടെ നമ്മൾ വലിച്ചു വയ്ക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് കുറച്ച് പക്ഷി. ഒരുപാട് കൊടുക്കണ്ട, കുറച്ച് കൊടുത്താൽ മതി, കുറച്ച് പക്ഷികൾ, അല്ലെ? കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് രണ്ട് കാര്യമാണ് അവർക്ക് നടക്കുക, അല്ലെ? അവരുടെ വയറ് നിറയും, മനസ്സ് നിറയും, പിന്നെയോ ആത്മാവിനും സന്തോഷമാവും, അല്ലെ? കാര്യം എന്താണ്? പ്രസാദം ആണ് വിളിച്ചെന്നിരിക്കുന്നത്, ആത്മാവിന് സന്തോഷമാവും, അല്ലെ? അപ്പൊ നമ്മൾ പക്ഷെ അവിടെ എന്താണ്, പാത്രം അറിഞ്ഞിട്ട് വേണം നമ്മള് ഭിക്ഷ കൊടുക്കാൻ. ചില പ്രഭുപാദര് പറഞ്ഞ ഒരു കഥയാണ്. ഒരു ഒരു വിട്ടി രാജാവിന്റെ കഥയാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലെ? വിട്ടി എന്താണ്, പമ്പര വിട്ടി. നമ്മൾ ഈ കഥ കേൾക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മള് പ്രഭുപാദർ അങ്ങനെ പമ്പര വിട്ടി എന്ന് പറഞ്ഞത്. ആ വിട്ടി രാജാവ് എന്താ അനൗൺസ് ചെയ്തത്, ഒരു വിളംബരം ചെയ്തു. എന്താ വിളംബരം ചെയ്തതെന്ന് അറിയാമോ? ഈ നാട്ടിലുള്ള എല്ലാ അലസന്മാർക്കും ഞാൻ എല്ലാ ദിവസവും അന്നദാനം കൊടുക്കാം. വെറുതെ കിടന്നുറങ്ങുന്നവന് അന്നദാനം, ആഹാരം കൊടുത്തോളാന്ന് ഈ രാജാവ് പ്രഖ്യാപനം ചെയ്തു, വിളംബരം ചെയ്തു, അല്ലെ? വിളംബരം ചെയ്തു. അത് കേട്ടിട്ട് എല്ലാവരും, നാട്ടുകാർ മൊത്തം അങ്ങോട്ടും അവിടെ ഓടിക്കൂടി, അല്ലെ? ആരെങ്കിലും ഇല്ലാതിരിക്കും? ഞാനും അലസൻ തന്നെ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ 3 നേരം ഫ്രീ ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇത് ഉപയോഗപ്പെടുത്തിക്കൂടും എന്നും പറഞ്ഞ ആൾക്കാർ അങ്ങോട്ട് ഓടി, അല്ലെ? നമ്മുടെ മഹാരാജന്മാരാണെങ്കിൽ എങ്ങനെ അടുക്കളയിൽ കയറാതിരിക്കാന്ന് ആലോചിക്കുന്നത്. ആരെങ്കിലും ഒക്കെ ഒന്ന് വച്ച് തന്നെങ്കിൽ നമുക്ക് കഴിക്കാമായിരുന്നു എന്നും പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്, അല്ലെ? സ്വാഭാവികമാണ്, അവർ എല്ലാ ദിവസവും അടുക്കളയിൽ കിടന്ന് ക്ഷീണിച്ച് അവർക്ക് തോന്നും, അല്ലെ? പക്ഷെ ഭഗവാൻ ഉള്ളിടത്ത് ഭഗവാന് ഓഫർ ചെയ്യണമെന്നുള്ളത് കൊണ്ട് നമുക്ക് എന്താ ഒരു ചിന്ത വരത്തില്ല. എന്നാലും ഇടയ്ക്ക്, അല്ലെ, ആരെങ്കിലും ഒന്ന് വച്ച് തന്നെങ്കിൽ, ഇവിടെ ഒന്ന് വച്ച് തന്നെങ്കിൽ ഭഗവാന് കൊടുക്കാൻ നമുക്ക് കഴിക്കാമായിരുന്നു, അല്ലെ, എന്ന് വിചാരിച്ചു. അതുപോലെ അലസന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ടാണ് ഈ രാജാവ് അങ്ങനെ വിളംബരം ചെയ്തത്. അപ്പൊ എന്ത് സംഭവിച്ചു? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ മനസ്സിൽ കണ്ടതുപോലെ അവിടെയുള്ള നാട്ടുകാർ മൊത്തം അവിടെ ഓടിക്കൂടി, അല്ലെ? ഈ രാജാവ് എന്ത് ചെയ്യുന്നത്? രാജാവും മന്ത്രിയും കൂടെ ആലോചിച്ചു. അപ്പൊ അവരൊരു തീരുമാനത്തിലെത്തി. എന്നിട്ട് ഈ വന്ന ആൾക്കാർ മൊത്തം ഒരു വലിയ റൂമിലോട്ടാണ് കയറ്റി, ഒരു വലിയ ഹോളിലോട്ട് കയറ്റി, ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഹോളിലോട്ട് കയറ്റി. എന്നിട്ട് ഒരു വശത്ത് അവിടെ തീയിട്ടു, അല്ലേ? ഈ തീയിട്ടപ്പോ അതിനകത്ത് കൂടിയിരുന്ന എല്ലാം ഒരൊറ്റ ഓട്ടോ, അല്ലേ? എല്ലാം ഓടിക്കളഞ്ഞു. 2 പേര് അവിടെ കിടപ്പുണ്ടായിരുന്നു, അല്ലേ? അതിലൊരാള് മറ്റേ ആളോട് പറയാണ്, എന്റെ പുറകിൽ എന്തോ ചൂടടിക്കുന്നത് പോലെ തോന്നുന്നു. അപ്പൊ മറ്റേ ആള് പറയാണ്, അത് കുഴപ്പമില്ല, നീ തിരിഞ്ഞു കിടന്നാൽ മതി, അപ്പൊ ആ ചൂട് അങ്ങ് മാറിക്കോളും. അപ്പൊ രാജാവിനും മന്ത്രിക്ക് മനസ്സിലായി ഈ രാജ്യത്തെ ഏറ്റവും വലിയ മടിയന്മാരാണ്. തീ വന്നിട്ട് പോലും എഴുച്ചു ഓടാനുള്ള താല്പര്യമില്ല, അലസന്മാരാണ്. ആ അലസത കൊണ്ട് അവരവിടെ ഇച്ചിരി ചൂട് കിട്ടിയാലും കുഴപ്പമില്ല, പൊള്ളിയാലും കുഴപ്പമില്ല, അവിടെ കിടക്കാന്ന് വിചാരിച്ച് കിടക്കുന്നവരാ. അപ്പൊ ആ രാജ്യത്തെ 2 മഹാന്മാരായിട്ടുള്ള അലസന്മാരല്ലേ, അല്ലേ? അപ്പോ രാജാവ് പ്രഖ്യാപിച്ചു, അവരാണ് 2 അലസന്മാർ ഈ രാജ്യത്തെ, അവർക്ക് ഞാൻ എല്ലാ ദിവസവും 3 നേരം ആഹാരം കൊടുക്കാം. എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് വിഡ്ഢി എന്ന് പറഞ്ഞു?
അല്ലെങ്കിൽ മന്ദബുദ്ധി ആയ രാജാവ് എന്ന് പറയും. അദ്ദേഹം ചെയ്യേണ്ട ഇത് ഇതെന്ന് പറയുന്നത് ഇതാണ്. എന്താണ് എന്ത് ദാനം? തമോ ഗുണത്തിലുള്ള ദാനം, അല്ലെ? ഈ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ട വല്ല ആവശ്യം? നമ്മുടെ ശ്ലോകം ഇന്ന് അതാണ്, തമോ ഗുണത്തിൽ ദാനം ഇതാണ്, അല്ലെ? ഇയാൾക്ക് എന്തെങ്കിലും കൊടുക്കേണ്ട, യവന്മാർക്ക് വല്ല കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അവർ കുരിൽ ലേസി ആക്കിയാലും ചെയ്യുന്നു, മടിയന്മാരിലാക്കിയാലും ചെയ്യുന്നത്. അതിന് പകരം രാജാവ് എന്ത് ചെയ്യണമായിരുന്നു? അവിടെ ഈ രാജ്യത്തിന് നന്മ ചെയ്യുന്ന ആർക്കെങ്കിലും ഒക്കെ ആയിരുന്നു ആ ദാനം ചെയ്യുന്നത്, അല്ലെ? പ്രത്യേകിച്ച് ബ്രാഹ്മണൻ, അവര് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുകയും അല്ലെങ്കിൽ ഭഗവാന്റെ ഭഗവാന്റെ കഥകൾ, ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ, അല്ലെ? അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇദ്ദേഹം അത് ചെയ്യാനായിട്ട്, അത് ചെയ്യാത്തത് കൊണ്ടാണ് പ്രഭുപാദ് ഇദ്ദേഹത്തിന് വിഡ്ഢിയായ രാജാവ് എന്ന് വിളിച്ചത്. ഇനി നമ്മുടെ ഭഗവത്ഗീതയിൽ 18ാമത്തെ അധ്യായത്തില് 5ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? യജ്ഞ ദാന തപാ കർമ്മ, അല്ലെ? ന ത്യാജ്യം കാര്യമൈവ തത് യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനുഷ്യനാം. പാവനാനി മനുഷ്യനാം. യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടവയല്ല, ഇതെല്ലാം ചെയ്യേണ്ടവയാണ്. ആര് പറഞ്ഞതാ? ഭഗവാൻ പറഞ്ഞതാ, അല്ലേ? അപ്പൊ യജ്ഞം ചെയ്യണം, ദാനവും ചെയ്യണം, നമ്മൾ തപസ്സും ചെയ്യണം. അപ്പൊ അതില് ദാനമുണ്ട്, അവ അനുഷ്ഠിക്കപ്പെടേണ്ടതും, അല്ലേ? അത് അനുഷ്ഠിക്കപ്പെടേണ്ടതാണ്, അനുഷ്ഠിക്കപ്പെടും. മഹാത്മാക്കളെ പോലും വിശുദ്ധീകരിക്കുന്നവയാണ് എന്ത്? ഈ 3 കർമ്മങ്ങൾ: യജ്ഞ, ദാന, തപസ്. മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വളരെ അടുത്ത ആൾക്കാരാണ്, അല്ലെ? മഹാത്മാവായിട്ടുള്ള ആൾക്കാർ, അല്ലെ? ആ മഹാത്മാക്കളെ പോലും വീണ്ടും വിശദീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ 3 എന്നാണ് എന്താണ് നമ്മുടെ ഭഗവാൻ പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മുടെ ഭഗവത്ഗീത പറയും. അപ്പൊ മനസ്സിലായില്ല അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പൊ ദാനം ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ നേരത്തെ ചോദിച്ചെന്താണ്? ഈ ദാനത്തിന് ആവശ്യമുണ്ടോ? ദാനം ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ? ദാനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ഇപ്പൊ മനസ്സിലായി, അല്ലേ? ഇനി മറ്റൊരു ശ്ലോകത്തിൽ, ഭഗവത്ഗീത മറ്റൊരു ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? 9ാമത്തെ അധ്യായത്തിൽ 27ാമത്തെ ശ്ലോകം പറയും. എന്താണ്? യത് കരോഷി രശ്നാസി, എന്താണ്? യജ്ഞുപൂഷി ദദാതി യത് പശ്യസി കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. പറയുന്നുണ്ട്, നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, എന്ത് ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, അല്ലെ? എന്ത് നിവേദിക്കുന്നുവോ, ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ, കുന്തിപുത്ര, അതെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ദാനം ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനിൽ അർപ്പിച്ചു വേണം ചെയ്യാൻ. അതുകൊണ്ട് ഭഗവാൻ ഗീതയിൽ അങ്ങോളം ഇങ്ങോളം, അല്ലെ, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അല്ലെ? ഇതിനെ കുറിച്ചിട്ട്, ദാനത്തെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് ദാനം ചെയ്യാം, അല്ലെ? ദാനം ചെയ്യേണ്ടത് ആവശ്യമാണ്, നമുക്ക് മനസ്സിലായി. അത് ഇനി ആർക്കാണ് കൊടുക്കേണ്ടത്, അല്ലെ? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ, വലിയ ക്വസ്റ്റ്യൻ. ആർക്കാണ് നമ്മൾ ദാനം ചെയ്യേണ്ടത്? ആർക്ക് ദാനം ചെയ്യണം? വൈഷ്ണവർക്കും ബ്രാഹ്മണർക്കുമാണ് നാം ദാനം ചെയ്യേണ്ടത്. കാരണം അവര് ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുകയും ഭഗവാനെ സേവിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ദാനം സ്വീകരിക്കുന്ന അവർക്ക് ദാനം നൽകുന്ന ആളെ ശുദ്ധീകരിക്കാനും കഴിയണം. അടുത്ത പോയിന്റ്, നമ്മൾ ആർക്കാണ് ദാനം ചെയ്യേണ്ടതെന്ന് നോക്കി പഠിച്ചു, അല്ലെ? വൈഷ്ണവർക്കും ബ്രാഹ്മണർക്കും. പിന്നെ മറ്റൊരു പോയിന്റും കൂടെ ഉള്ളത് എന്താണ്? അത് ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ്? ദാനം സ്വീകരിക്കുന്ന ആൾക്ക് ദാനം നൽകുന്ന ആളെ ശുദ്ധീകരിക്കാൻ കഴിയണം. അല്ലേ? അപ്പൊ നമ്മള് ദാനം സ്വീകരിച്ചാൽ പോരാ, പിന്നെയോ ആ ബ്രാഹ്മണന് ഈ തരുന്നയാളെ ശുദ്ധീകരിക്കാനും കൂടെ കഴിയണം. അദ്ദേഹത്തിന് ഒരുപാട് പാപങ്ങളുണ്ടല്ലേ, ആ പാപമുക്തനാക്കാൻ കഴിയണം. അങ്ങനെയുള്ള ശുദ്ധാത്മാക്കൾക്ക് വേണം നമ്മൾ ദാനം ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ശുദ്ധാത്മാക്കൾക്ക് ദാനം ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൽ പുണ്യം കിട്ടും, അല്ലെ? ആ പുണ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണം ദാനം ചെയ്യണം. മുരാരി ഗുപ്ത കേട്ടിട്ടുണ്ട്, അല്ലെ? ചൈതന്യ ചരിതാമൃതത്തില് എന്താണ് ചൈതന്യ മഹാപ്രഭുവിന്റെ എന്താണ് സഹചര്യായിരുന്നു മുരാരി ഗുപ്ത. ഒരു ബ്രാഹ്മണ വൈദ്യനായിരുന്നു അദ്ദേഹം. എല്ലാവരും അദ്ദേഹത്തിനെ വളരെയധികം ബഹുമാനിച്ചിരുന്നു, അദ്ദേഹത്തിനെ സ്നേഹിച്ചിരുന്നു, അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു ബ്രാഹ്മണ വൈദ്യനായിരുന്നതും അദ്ദേഹം ഒരുപാടൊന്നും ആൾക്കാരിൽ നിന്ന് വാങ്ങത്തൊന്നും, വളരെ തുച്ഛമായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കും. പക്ഷെ ആൾക്കാർക്ക് അദ്ദേഹത്തിന് ഒരുപാട് ദാനം കൊടുക്കാൻ താല്പര്യമുണ്ട്, അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം കാരണം, അല്ലെ? കൊടുക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അദ്ദേഹം അത് എന്താണ്
വാങ്ങിയില്ല. ഞാനത് സ്വീകരിക്കാൻ യോഗ്യനല്ല എന്നാണ് അല്ലെ അദ്ദേഹം പറയുന്നത്. ആര് പറയുന്നത്? മുരാരി ഗുപ്ത പോലുള്ള അത് ഭയങ്കര ഭക്തനായിട്ടുള്ള ഒരാൾ പറയാണ്, ഞാൻ അതൊന്നും ഈ ദാനം വാങ്ങിക്കാനായിട്ട് സ്വീകരിക്കാനുള്ള യോഗ്യത എനിക്കില്ല. അല്ലെ, കാര്യം എന്താണ്? അദ്ദേഹം ഈ ഒരു പോയിന്റ് ആണ് പറയുന്നത്. എന്താണ്? ദാനം സ്വീകരിക്കുന്ന ആൾക്ക് ആ, ആ, ദാനം നൽകുന്ന ആളെ ശുദ്ധീകരിക്കാനും കഴിയണം. അങ്ങനെ ശുദ്ധീകരിക്കാൻ എനിക്ക് കഴിയുമോ എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് അതിനുള്ള കഴിവില്ല. ഞാൻ അത്രയും വലിയ വലിയ ശുദ്ധനൊന്നുമല്ല, അത്രയും ഭക്തനൊന്നും അല്ല എന്നാണ് ആര് പറയുന്നത്? മുരാരി ഗുപ്ത പറയുന്നത്. ചൈതന്യ മഹാപ്രഭുവിന്റെ സന്തത സഹചാരിയാണ് അദ്ദേഹമാണ് ഈ പറയുന്നത്, മുരാരി ഗുപ്ത. അല്ലെ, എന്നിട്ട് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ, നീ ഭയങ്കര വലിയ വൈഷ്ണവനാണ്, നീ നല്ല ഭക്തനാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ, അല്ലെ എന്നൊക്കെ ആര് പറയുന്നുണ്ട്? ആര് സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ട്? ചൈതന്യ പ്രഭു അങ്ങനെ എല്ലായിടത്തും പറയത്തില്ല. അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിരളമായിട്ട് അദ്ദേഹം പറയും. പക്ഷെ അദ്ദേഹം മുരാരി ഗുപ്തയോട് പറഞ്ഞു, നീ ഭയങ്കര ഭക്തനാണ്, നീ നല്ല ശുദ്ധാത്മാവാണ് എന്ന് ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും മുരാരി ഗുപ്തയ്ക്ക് ഇത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടില്ല. കാര്യം എന്താണ്? അദ്ദേഹത്തിന് സംശയം. അല്ലേ, ആം ഐ ക്വാളിഫൈഡ് ടു ഡു സോ, എനിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ എന്നാണ്. അല്ലെ, എങ്കിലും മുരാരി ഗുപ്ത പറയുന്നത് എനിക്ക് ആരെയും കൃഷ്ണാപൂരത്തിൽ മുന്നേറിക്കാനുള്ള കഴിവില്ല എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ദാനങ്ങളൊന്നും സ്വീകരിക്കാത്തത്. മനസ്സിലായത്? അപ്പൊ അവിടെ ദാനത്തിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നാണ്. ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചപ്പോൾ ശ്രീ വാസുദേവര് ഒരുപാട് പശുക്കളെ ദാനം ചെയ്തു. നമ്മളെല്ലാരും കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചപ്പോഴും വസുദേവര് അല്ലെ, വസുദേവർ എന്ത് ചെയ്തു? ഒരുപാട് പശുക്കളെ ദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ദാനം ചെയ്യുന്നത് അന്നത്തെ കാലത്തേ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ചൈതന്യ മഹാപ്രഭു അവതരിച്ചപ്പോൾ അദ്വൈതാചാര്യർ ഒരുപാട് ദാനം ചെയ്തു. ആ സന്തോഷം അല്ലെ. അദ്ദേഹത്തിന്റെ പിതാവ് ജഗന്നാഥ് മിശ്രയും ദാനം ചെയ്തു അല്ലെ. അപ്പൊ ഇവരെല്ലാവരും ദാനം ചെയ്യുന്നത് എന്തിനാണ്? ആരെങ്കിലുമൊക്കെ ആവിർഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അവതരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ശുഭമുഹൂർത്തങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ദാനം ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടാവല്ലോ അല്ലെ, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. അതെങ്ങനെയാണ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം? അല്ലേ, അതെന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ ഈ ദാനകർമ്മങ്ങള് എവിടെ തുടങ്ങണം? വീട്ടിൽ തുടങ്ങണമെന്ന് എന്താണ് ഇംഗ്ലീഷുകാരെങ്ങനെ പറയും? ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. അല്ലേ, അതെങ്ങനെയാണ്? അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മൾ എല്ലാവർക്കും കൃഷ്ണാബോധം പകർന്നു കൊടുക്കണം. കൃഷ്ണാബോധം ദാനം ചെയ്യണം വീട്ടുകാർ, അല്ലെ. അപ്പൊ അവരെ എല്ലാവരെയും നമ്മൾ കൃഷ്ണാബോധം കൊടുത്ത് അവരെ ഉത്ബോധിപ്പിക്കണം, അവരെ ഉണർത്തിക്കൊള്ളണം, അവർക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് പറയാം. ഭഗവാന്റെ ജ്ഞാനം എല്ലാവർക്കും കൊടുക്കും. ചില പ്രഭുപാദ് പറയുന്നത് ഈച്ച് വൺ ടീച്ച് വൺ ആണ്. അതായത് നമ്മൾ ഓരോരുത്തരും ഒരാളെങ്കിലും പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ലോകം എല്ലാം അല്ലെ എത്രയോ നന്നായി പോയാലും ഒരു യുദ്ധം ഉണ്ടാവില്ല, എല്ലാവർക്കും സമാധാനം ഉണ്ടായിരുന്നു അല്ലെ, എല്ലാവർക്കും വളരെ പീസായിരുന്നു. ഇവിടെ ഇപ്പോ പീസ്ഫുൾ ടോക്കൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. ഇസ്രയേലും അമേരിക്കയും ഇറാനുമായിട്ടൊക്കെ ഒരുപാട് പീസ്ഫുൾ ടോക്ക് വരുന്നുണ്ട്. അത് എന്തിനാണ് അതിന്റെ ആവശ്യം വന്നത്? ഇത് ഇതാണ് ഭഗവാന്റെ താല്പര്യം ആർക്കും ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെ. അല്ലെങ്കിൽ ആത്മീയമായിട്ട് ഇവരാരും വളരാത്തതുകൊണ്ടാണ്, ആത്മീയമായിട്ട് ഈ ലോകരാരും വളരാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ നടക്കുന്നത് അല്ലെ. ഈ ട്രംപ് ഒരു പ്രാവശ്യമെങ്കിലും ഭഗവത്ഗീത വായിച്ചിരുന്നെങ്കിൽ അങ്ങേര് ഇങ്ങനെയുള്ള പോക്കൃത്തിനൊന്നും കാണിക്കത്തില്ല അല്ലെ. ഇസ്രയേലിലുള്ള ഇതാണ് അവിടുത്തെ ഭരണാധികാരി, ഇറാനിലെ ഭരണാധികാരി, ഇവരെല്ലാവരും ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഭഗവത്ഗീത ഒന്ന് വായിച്ചു നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അവർ പ്രവർത്തിക്കില്ല. മനസ്സിലായി? അപ്പൊ എല്ലാവരും ഭക്തന്മാരായി കഴിഞ്ഞാല് നമ്മുടെ നാട്ടില് സമാധാനം സന്തോഷം ഉണ്ടാവും അല്ലെ. എപ്പോഴും ചില പ്രഭുപാദർ ഇവരോടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ പീസ് ടോക്കിന് വരുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഭക്തി വളർത്തൂ, കൃഷ്ണനെ കുറിച്ച് കൃഷ്ണാബോധം വളർത്തൂ, എല്ലാവരും ജപിക്കാൻ ശ്രമിക്കട്ടെ, അപ്പോ ഇവിടെ സമാധാനം വരുമെന്നാണ്. അപ്പൊ അതാണ് സമാധാന എന്താണ് ഉടമ്പടി വരാനുള്ള കാര്യം അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സമാധാനം വരില്ല. ഇതെല്ലാം താൽക്കാലികം. ശാശ്വതമായിട്ടുള്ള സമാധാനം വരണമെങ്കിൽ എല്ലാവരും കൃഷ്ണാബോധത്തിലെത്തും, എല്ലാവരും ഭഗവാന്റെ നാമം ജപിക്കണം അല്ലെ, എല്ലാവരും ഭഗവാന്റെ കൃഷ്ണപ്രസാദം കഴിക്കണം, എല്ലാവരും സത്സംഗത്തിൽ, ഇതുപോലെയുള്ള സത്സംഗത്തില് കൂടണം അല്ലെ. അങ്ങനെ വന്നു കഴിഞ്ഞാല് ലോകാസമസ്തം അല്ലെ, സുഖനോ ഭവന്തു.
എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കും. പീസ് ടോക്കിന്റെ ഒന്നും ആവശ്യമില്ല. യുദ്ധമേ നടക്കില്ല. യുദ്ധത്തിനെ കുറിച്ച് ആരും ചിന്തിക്ക പോലും. ന്യൂക്ലിയർ വെപ്പൺസ് ആരും ഉണ്ടാക്കാൻ നോക്കില്ല, അല്ലെ? ആണവ എന്താണ് ബോംബുകൾ ആരും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, ഇല്ലേ? കാര്യം എന്താണ്? എല്ലാവർക്കും സമാധാനം, എല്ലാവർക്കും ഭഗവാന്റെ കാര്യമാണ് വലുത്. അല്ലാതെ തമ്മിൽ അടിക്കണമെന്നോ ആ രാജ്യം പിടിച്ചടക്കണമെന്നോ ഈ എണ്ണക്കുഴൽ മുകളിൽ എനിക്ക് വേണമെന്നോ ഇതൊന്നും ആരും ചിന്തിക്കില്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ അല്ലെങ്കിൽ ചിന്തിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ നമുക്ക് ഇവിടെ ഈ രാജ്യത്ത് ഈ ലോകത്ത് നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റൂ. പ്രഭുപാദർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പ്രഭുപാദ് ഇതുപോലെ നമ്മുടെ ഗാന്ധിജിയെയും ഉപദേശിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഗാന്ധിജിക്ക് എന്തുകൊണ്ടോ അത് കംപ്ലീറ്റ് അക്സെപ്റ്റ് ചെയ്യാനോ അതിനുള്ള സാഹചര്യം കിട്ടിയില്ല. അദ്ദേഹം ഭയങ്കര ഭക്തനൊക്കെ ആയിരുന്നു. അദ്ദേഹം ഭഗവത്ഗീത വായിച്ചിട്ടുണ്ട്, വായിക്കുമായിരുന്നു. നല്ല ഭക്തനായിരുന്നു ഗാന്ധിജി. പക്ഷെ ശ്രീല പ്രഭുപാദ് പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടോ അദ്ദേഹത്തിന് ആ വഴിക്ക് നീങ്ങാനുള്ള സാഹചര്യം കിട്ടിയില്ല. അദ്ദേഹം ഓൾറെഡി അപ്പുറത്തായിപ്പോയി. അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റി, അല്ലേ? അതുകൊണ്ട് എന്ത് പറ്റി? ഗോഡ്സെ എന്ന് പറഞ്ഞ ആള് അദ്ദേഹത്തിന് വെടിവെച്ചു കൊന്നു. അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടത് ഒരൊറ്റ കാരണമാണ്. മര്യാദയ്ക്കായിരുന്നെങ്കിൽ, ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലായിരുന്നെങ്കിൽ അദ്ദേഹം കുറച്ചു കാലം കൊണ്ട് ജീവിച്ചു നിൽക്കുക. ആരും വെടിവെച്ചു കൊല്ലത്തില്ല, അല്ലേ? അപ്പൊ കൃഷ്ണാബോധം എല്ലാവർക്കും കൊടുക്കുക. അതാണ് എന്താണ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയും. ഭഗവാന്റെ ജ്ഞാനം എല്ലാവർക്കും കൊടുക്കും. ഈച്ച് വൺ ടീച്ച് വൺ എന്നാണ്, അല്ലെ? യാരെ ദേക്കോ താരെ കഹോ. കൃഷ്ണ ഉപദേശ ചൈതന്യ മഹാപ്രഭു നമ്മൾ പറഞ്ഞത് അത് തന്നെയാണ്, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആരെ കണ്ടാലും ഭഗവാനെ കുറിച്ച് സംസാരിക്കുക. ആരെ കണ്ടാലും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുക. ആരെ കണ്ടാലും നമുക്ക് ഇങ്ങനെ ഒരു സത്സംഗം ഉണ്ടതിനെ കുറിച്ച് സംസാരിക്കുക. ആരെ കണ്ടാലും പ്രസാദം കഴിക്കുന്നതിന്റെ മഹത്വത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അല്ലെ? ആരെ കണ്ടാലും ഏകാദശി വ്രതം എടുക്കണമെന്ന് പറയുക, അല്ലെ? അതെന്തുകൊണ്ടാണ് എടുക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോഴേ അവർക്ക് മനസ്സിലാവും. മനസ്സിലായില്ലേ? കുട്ടികളെ നമ്മളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കണമെന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് വേണം നമ്മൾ ആദ്യമായിട്ട് വിദ്യാഭ്യാസം. അതുകൊണ്ടാണ് പ്രഹ്ലാദ് മഹാരാജ് എന്താ പറഞ്ഞത്? 5 വയസ്സിൽ തുടങ്ങണമെന്നാണ്. എന്ത്? കൃഷ്ണാബോധം. അടിവരയിട്ട് കേട്ടോളൂ കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ്? 5 വയസ്സില് കുഞ്ഞുങ്ങളുടെ ആത്മീയ പഠനം തുടങ്ങണം എന്നാണ്. നമ്മൾ മാത്രമാണ്, ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് അതിന് യാതൊരു പ്രാധാന്യം കൊടുക്കാത്തത്. മറ്റുള്ള സമുദായക്കാരൊക്കെ അതിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുകയും അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ ആ രീതിയിലാണ് വളർത്തിക്കൊണ്ട് വരികയും ചെയ്യുന്നത്. മനസ്സിലായി? അവർക്ക് ഇനി എന്തൊക്കെ മാറ്റി വെച്ചാലും, എന്തൊക്കെ പൊളിഞ്ഞു വന്നാലും, എന്തൊക്കെ ആകാശം ഇടിഞ്ഞു വീണാലും അത് മാറ്റി വെച്ചിട്ട് ഒരു പരിപാടിയില്ല. അതിന് യാതൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് നമ്മൾ മാത്രം. അത് മാറണം. എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിവിട്ടു പോകുന്നത്? നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത എന്താണ്? ഇപ്പൊ നമ്മുടെ ഒക്കത്തിരിക്കുന്നുണ്ട്, അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും. കാരണം അവനെ ഇറങ്ങാൻ പറ്റും. നേരെ മറിച്ച് നടന്നു തുടങ്ങി അവന്റെ സ്വന്തം കാലിലായി കഴിഞ്ഞാൽ, ഒരു നല്ല ക്ലാസ്സുകളൊക്കെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ, കോളേജിലൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നൊന്നും അവർ കേൾക്കത്തില്ല. എന്താ കാര്യം? നമ്മളെ ഒരു കാര്യം അവർക്ക് കൊടുക്കാൻ മറന്നുപോയി. എല്ലാം കൊടുത്തു, സ്നേഹം കൊടുത്തു, പരിപാലനം കൊടുത്തു, അവർക്ക് ആവശ്യമുള്ള ആഹാരങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തു, അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സ് എല്ലാം കൊടുത്തു, അവരെന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുത്തു. പക്ഷെ ഒരു കാര്യം മാത്രം നമ്മൾ കൊടുത്തില്ല. എന്താണ്? കൃഷ്ണാബോധം. അതും കൂടെ കൊടുത്തിരുന്നെങ്കിൽ അവരിപ്പോ നമ്മൾ പറഞ്ഞേക്കട്ടെ, അല്ലേ? അവരിപ്പോഴും നമ്മളെ കാലിൽ വണങ്ങിയിട്ട് കോളേജിൽ പോരും, നമസ്കരിച്ചിട്ട് കോളേജിൽ പോരും. അമ്മയുടെ അനുഗ്രഹം, അച്ഛന്റെ അനുഗ്രഹം ഇല്ലാതെ എനിക്കൊന്നും നേടാൻ പറ്റില്ല എന്ന് അവർ മനസ്സിലാക്കുമായിരുന്നു. അപ്പൊ നമ്മള് കൊടുക്കേണ്ട സ്ഥാനത്ത് കൊടുക്കേണ്ട സമയത്ത് നമ്മൾ അത് കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോ അനുഭവിക്കുന്നത്, അല്ലെ? നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒട്ടുമുക്ക രക്ഷാകർത്താക്കളും വിഷമിക്കുന്ന കാര്യങ്ങളായിരിക്കും. നേരെ മറിച്ച് കൃഷ്ണാബോധം ഉള്ള വീടുകളിൽ അത് കുറച്ച് കുറവാണ്, അല്ലെ? പക്ഷെ കൃഷ്ണാബോധം ഇല്ലാത്ത വീടുകളിൽ പോയി നോക്കിക്കഴിഞ്ഞാല് ഈ മക്കളും രക്ഷാകർത്താക്കളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആഹാരം കഴിക്കാൻ അവർ വീട്ടിൽ വരുന്നത്, പൈസ ചോദിക്കാനായിട്ടാണ് അച്ഛനും അമ്മയും, അല്ലെ? ദേ ആർ വെൻഡിങ് മെഷീൻസ് ഒന്നും, അല്ലേ? പൈസ ഇട്ട് എനിക്ക് ആ പൈസ, എനിക്ക് അത് വാങ്ങിക്കണം, എനിക്ക് വാങ്ങിക്കണം, ഇത് പൈസ കോളേജിൽ ഫീസ് കൊടുക്കണം, ബസ്സിന് പൈസ വേണം, പൈസ ഉണ്ട് എന്ന് പറയും, അല്ലേ? അവരിപ്പോ നമ്മളോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാ? അവർക്ക് നമ്മള് വേണ്ട സമയത്ത് കൃഷ്ണാബോധം കൊടുക്കാത്തതുകൊണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എന്താണ്? ഇംഗ്ലീഷുകാരൻ ഒന്നും അറിഞ്ഞിട്ട് പറഞ്ഞത് എന്താണ്? ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. അപ്പൊ നമ്മുടെ വീട്ടിലെ ഇത് തുടങ്ങും. ഈച്ച് വൺ ടീച്ച് വൺ, അല്ലെങ്കിൽ യാരെ ദേക്കോ താരെ കഹോ കൃഷ്ണ ഉപദേശം. ഏറ്റവും ശാശ്വതമായിട്ടുള്ള ദാനം എന്ന് പറയുന്നത് കൃഷ്ണഭക്തിയാണ്. കൃഷ്ണപ്രസാദം വഴി കൃഷ്ണഭക്തിയാണ്. നമ്മൾ ഈ കൃഷ്ണഭക്തി പ്രസാദം കൊടുക്കുമ്പോൾ അവർക്ക് എന്താ മാറ്റം വരുന്നത്? അവരുടെ ഉള്ളിലുള്ള ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ അങ്ങോട്ട് മാറി ശിക്ഷയൊക്കെ മാറ്റി വെച്ചിട്ട് അവര് ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിച്ചു തുടങ്ങും. ജപിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു. ഒരു ആത്മാവിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ലേ, അല്ലെ? എത്ര ദിവസമാണ് നമുക്ക് ഒരാളെ ആഹാരം കൊടുത്ത് സന്തോഷിപ്പിക്കാൻ പറ്റുക?
4-ന്റെ അന്ന് അവർ വരുമ്പോൾ നമ്മൾ ഗേറ്റ് ഒക്കെ വെളിയിൽ നിന്ന് പൂട്ടിയിട്ട് അകത്ത് കയറിയിരിക്കും അല്ലേ. അപ്പൊ അവർ വരുമ്പോ വെളിയിൽ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കണം, ഇവിടെ ആരും കാണത്തില്ല. നമ്മൾ മതിൽ ചാടിയാണ് അകത്ത് കയറി വന്നിരുന്നത് അല്ലേ. നമ്മളിങ്ങനെ ജനലിൽ കൂടെ നോക്കുന്നുണ്ട്, അയാൾ വന്നിട്ട് പോയോ, പോയി പോയി ഓ സന്തോഷം അല്ലേ. അപ്പൊ 5 ദിവസം നമ്മൾ കൊടുക്കും, അത് കഴിഞ്ഞ പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ശാശ്വതമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ എന്താണ് രക്ഷപ്പെടാനുള്ള വഴിയാണ് നമ്മൾ കൊടുക്കുന്നത്. എന്താണ്? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ അല്ലെ. അത് കൊടുത്തു കഴിഞ്ഞാല് അതാണ് ശാശ്വതം. ഏറ്റവും വലിയ ഒരു ദാനം അതാണ്. എന്താണ്? ഭഗവാന്റെ നാമം, ഭഗവാന്റെ പ്രസാദം, അതാണ് നമ്മൾ ദാനമായിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി എന്താണ് ദാനം. അറിഞ്ഞു വേണം കൊടുക്കാൻ. പല തരത്തിലുള്ള ദാനങ്ങളുണ്ട് അല്ലെ. ഇപ്പോ സത്വഗുണത്തിലുള്ള ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അമ്പലത്തിൽ എന്തെങ്കിലും ദാനം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഇവിടെ ആദികർത്ത പ്രഭുവിന് അല്ലെ കുറച്ച് പൈസ കൊടുക്കുകയാണെന്ന് വെച്ചാൽ അത് സാത്വികമായിട്ടുള്ള ദാനമാണ്. ഭഗവാന്റെ കാര്യത്തില് തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്തും അല്ലെ. അത് നമുക്ക് ഉറപ്പ് വരും. എന്താണ്? ആ പൈസ 5 പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. അത് എവിടെ പോകും? അത് ഭഗവാന്റെ കാര്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ എന്നുള്ളത് ഉറപ്പുണ്ട്. അത് അങ്ങനെ കൊടുക്കുന്ന ദാനത്തിന് നമ്മൾ സാത്വിക ദാനം എന്നാണ് പറയുന്നത്, സത്വഗുണത്തിലുള്ള ദാനം അല്ലെ. ഇനി രണ്ടാമത്തെ ഇതുണ്ട്. നമ്മള് ഒരു അമ്പലത്തില് ഡൊണേഷൻ ചെയ്യാണ്, മൈക്ക് വാങ്ങിക്കാനായിട്ട് ഡൊണേഷൻ ചെയ്യാം അല്ലെ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ മൈക്കൊക്കെ പണ്ട് ഒരു കൊളംബിയാണ് വെച്ചോണ്ടിരിക്കും അല്ലെ. തെങ്ങിന്റെ മണ്ടയിലൊക്കെ കൊളംബി ഇങ്ങനെ സ്ഥിരമായിട്ട് വെച്ച് കെട്ടി വെച്ചോണ്ടിരിക്കും അമ്പലത്തില്, അല്ലെങ്കിൽ അമ്പലത്തിന്റെ ഏറ്റവും മുകളിൽ അല്ലെ എവിടെയെങ്കിലും ഒക്കെ അവര് എന്താണ് അതിൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, എഴുതി വെക്കണം, ഇത് ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ വക സംഭാവന ചെയ്തത് അതെന്ന് പറഞ്ഞിട്ട് വലിയ അക്ഷരത്തിൽ, മൈക്കിനെക്കാളും വലിയ അക്ഷരത്തിൽ എഴുതി വെക്കണം. എങ്കിലേ ആൾക്കാർ കാണും, ആ വാസുദേവര് കൊടുത്തതാണല്ലേ അല്ലെ, അല്ലെങ്കിൽ അജിത് പ്രഭു കൊടുത്തതാണല്ലേ എന്ന് നമ്മൾ പറയണം. മനസ്സിലായില്ലേ? അത് കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ അന്തം വിട്ടു, ഇന്ന ആള് കൊടുത്തതാണല്ലേ. അപ്പൊ നമുക്കൊരു ഒരു ഒരു അന്തസ് വരും. അതിനു വേണ്ടി കൊടുക്കുന്നു. അതൊക്കെ എന്താണ്? രജോ ഗുണത്തിലുള്ള ദാനമാണ് അല്ലെ. മായാപൂർ ഒരു ആചാര്യൻ കളിയാക്കി പറഞ്ഞതാണ്, എന്നാലും ഞാൻ പറയാം ആ ഒരു എക്സാമ്പിൾ. ചിലര് മായപ്പൂര് പോയിട്ട് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ ഡൊണേറ്റ് ചെയ്യും. എന്നിട്ട് അദ്ദേഹത്തിന്റെ പേരും ഇതെല്ലാം അവിടെ പ്രസിദ്ധീകരിക്കാൻ പറയും. രാവിലെ മായപ്പൂർ ചെന്ന് കഴിഞ്ഞാൽ ഈ മംഗളാരതി കഴിഞ്ഞാൽ ഒരു പരിപാടിയുണ്ട്. അവിടെ അവര് ഇത് വിളിച്ചു പറയും. അതായത് ഓരോ ശിഷ്യന്മാരും എന്തുമാത്രം ബുക്കുകൾ എന്താണ് കൊടുത്തു, അതിന്റെ കണക്കുകൾ അവിടെ പറയും. അത് കഴിഞ്ഞിട്ട് ആൾക്കാർ എന്തുമാത്രം ഡൊണേഷൻ ആണ് ചെയ്തത് അതൊക്കെ വിളിച്ചു പറയും. എന്നിട്ട് അവരെ സ്റ്റേജിൽ വിളിച്ചിട്ട് മാലയിട്ട് കൊടുക്കും, പ്രസാദം കൊടുക്കും അല്ലെ. അപ്പൊ അവിടെ കൂടിയിരിക്കുന്ന 10,000 ആൾക്കാർ കാണും. അതിനു വേണ്ടിയാണ് അവര് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ പറയും, ഇനി ഞാൻ വരുമ്പോ എന്റെ ഫ്രണ്ട് നിർത്തണം കേട്ടോ, അല്ലെങ്കിൽ എന്റെ പേര് പബ്ലിഷ് ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര്. അതൊക്കെ രജോ ഗുണത്തിലുള്ള എന്താണ് ദാനമാണ്. എന്തോ പ്രതീക്ഷിച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്, വെറുതെ അല്ല, ചുമ്മാ കൊടുക്കുന്നതല്ല. മനസ്സിലല്ലേ? പിന്നെ പിന്നെ വരുന്നതാണ് ഏറ്റവും മോശപ്പെട്ട ദാനം. എന്താണ്? തമോ ഗുണത്തിലുള്ള ദാനം. എന്താണ് തമോ ഗുണത്തിലുള്ള ദാനം? അതായത് ഇപ്പോ കുറച്ച് ആൾക്കാർ നമ്മുടെ വീട്ടിൽ കയറി വരികയാണ്. അതിൽ പകുതി ആൾക്കാരും ആ നാട്ടിലെ ഏറ്റവും മുഖ്യരായിട്ടുള്ള ആളും നമുക്ക് വളരെ അധികം അടുപ്പമുള്ള ആൾക്കാരുമാണ്. അവരാണ് കുറച്ച് ആൾക്കാരെയും കൊണ്ട് അവിടെ വന്നു. ഈ മറ്റുള്ള ആൾക്കാർ ആരാണ്? ഇവിടെ RCC എന്ന് പറഞ്ഞ ആൾക്കാരാണ് അല്ലെ, റീജിയണൽ ക്യാൻസർ സെന്റർ എന്ന് പറഞ്ഞ ആൾക്കാർ. കുറച്ച് ആൾക്കാർക്ക് ക്യാൻസറാണ് അല്ലെ, അവർക്ക് ചികിത്സിക്കാൻ പൈസ വേണം, അതിനുവേണ്ടി വന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് പൈസ കൊടുക്കും. പക്ഷെ കൊടുക്കാൻ താല്പര്യമില്ല, ദാനം ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഈ വന്നിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒക്കൂല എന്ന് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അവരെ മനസ്സ് നോക്കിയിട്ട് അല്ലേ 1000 രൂപ കൊണ്ട് കൊടുക്കും. എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ അയാളുടെ മനസ്സിൽ എന്താണ്? വൃത്തികെട്ടന്മാർ രാവിലെ കയറി വരും അല്ലേ, അതിന്റെ 1000 രൂപ പോയി എന്ന് പറയും. അപ്പോ അങ്ങനെ ചെയ്ത ദാനങ്ങളാണ് തമോ ഗുണത്തിലുള്ള ദാനങ്ങൾ അല്ലെ. നമ്മളെ മനസ്സോടുകൂടി നമ്മളെ ആരോ പ്രേരിപ്പിച്ച് അല്ലെ നിർബന്ധിച്ച് കൊടുക്കുന്ന ഒരു ദാനം, അതിനെയാണ് എന്താണ് തമോ ഗുണത്തിലുള്ള ദാനം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ 3 ഗുണത്തിലുള്ള ദാനം മനസ്സിലായില്ലേ? നമ്മൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല, നമ്മള് സത്വഗുണത്തിലുള്ള ദാനമാണ് ചെയ്യുന്നത്. അത് ആർക്ക് കൊടുക്കണം? ബ്രാഹ്മണർക്കും വൈഷ്ണവർക്കും കൊടുക്കും. ഭിക്ഷക്കാർ വന്ന അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? അവർക്ക് ഇതാണ് പ്രസാദം കൊടുക്കണം, കൃഷ്ണപ്രസാദം കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് പ്രശ്നമില്ല, നമ്മൾ വി ആർ സേഫ് അല്ലെ, ഒരു പ്രശ്നമില്ല. കൊടുക്കുമ്പോ നമ്മൾ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കരുത്. ഈ കൈ കൊടുക്കുന്നത് ഈ കൈ അറിയാൻ പാടില്ലെന്ന് പറയും. അല്ലാതെ അതുപോലെ തന്നെ മറ്റുള്ളവർ നോക്കി നിൽക്കുമ്പോഴും ദാനം കൊടുത്ത് എല്ലാവരും കൊണ്ട് പ്രശംസ കിട്ടാനുള്ള ഒരു പരിപാടിയും ചെയ്യരുത് അല്ലേ. നമ്മൾ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുക, പക്ഷെ അത് ചെയ്യാൻ പാടില്ല.
ഹരേ കൃഷ്ണ. ഞാനിവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം. നോക്കാമേ പ്രഭു രക്ഷപ്പെട്ടു. പ്രഭു ആർക്കെങ്കിലും കൊടുക്കുമ്പോഴത്തേക്ക് നോക്കി നിൽക്കവേ കൊടുക്കരുതെന്നാണ്. ചിലപ്പോൾ അത് പറ്റില്ല മാതാജി. ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവും. നമ്മളിപ്പോ അവര് കൊടുക്കും, അത് കുഴപ്പമില്ല, അത് കൊടുക്കും. അല്ല, ഞാൻ പറഞ്ഞത് എല്ലാവരും നോക്ക്, ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കരുത്. ഹരേ കൃഷ്ണ. പ്രഭു ഇപ്പം നമ്മുടെ വീട്ടിൽ വന്നിട്ട് പിന്നെ എനിക്ക് ക്യാൻസറാ, എനിക്ക് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറെ പാടും തിരിച്ചൊക്കെ പറയുമ്പോ ഒരു പക്ഷേ അവര് കള്ളമായിരിക്കും പറയുന്നത്. എന്നാൽ അന്നേരം നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാകുന്നു. അപ്പൊ അതിന്റെ ഭാവം നമുക്ക് കിട്ടുമോ? അവരത് ക്യാൻസർ പേഷ്യന്റിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പാപം കിട്ടില്ല. നേരെ മറിച്ച് അവർ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കള്ള് ഷാപ്പിക്കാർ കള്ള് മോന്തിയാൽ നമുക്ക് ആ പാപം വഴി നമുക്ക് എന്ത് കിട്ടും. ഇവർ എന്ത് ചെയ്യുന്നു നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അത് അത് നമുക്കറിയാനൊക്കത്തില്ലല്ലോ. അറിയാൻ പറ്റത്തില്ല. ചിലർ റെസിറ്റ് ഒരു തരും. ആ റെസിറ്റ് അവർ സ്വന്തമായിട്ട് അടിച്ചുണ്ടാക്കിയതാണ്. മറ്റേ ഈ കമ്പനിയുടെ പേര് അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റിന്റെ പേരിൽ അവർ സ്വന്തമായിട്ട് അടിച്ചുണ്ടാക്കിയതാണ്, അല്ലേ? ഇപ്പൊ നമ്മൾ ഈ റെസിപ്റ്റ് കാണുമ്പോൾ ഇത് വളരെ ഓതന്റിക് ആണ്, അല്ലെ, ഇതെന്താണ് യഥാർത്ഥമായിട്ടുള്ളതാണ്, ഒറിജിനൽ ആണെന്നൊക്കെ വിചാരിക്കും. ചുമ്മാ ആൾക്കാരെ എങ്ങനെ പറ്റിക്കാൻ പറഞ്ഞാൽ ആൾക്കാർ നടക്കും, അല്ലേ? കഴിയുന്നിടത്തോളം കൊടുക്കാതിരിക്കാൻ നോക്കും. പക്ഷെ നമ്മൾ കൊടുത്തു പോകും. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ അത് ഒതന്റിക് ആയിരിക്കും, അല്ലേ? അത് നമ്മൾ അതാണ് പാത്രം അറിഞ്ഞ് കൊടുക്കുക. അതല്ലെങ്കിൽ ഇതിന്റെ പാപം ഞാൻ സ്വീകരിച്ചോളാം എന്നുള്ള നിലയിൽ കൊടുത്താൽ, അല്ലേ? നമ്മൾ പാപമൊന്നും ഇല്ലാതിരിക്കുകയല്ലേ, അവിടെ വാങ്ങിക്കാമല്ലോ. നമുക്ക് അറിയുന്നില്ലല്ലോ. അവര് നമ്മൾ സത്യസന്ധമായിട്ട് അവർക്ക് അസുഖമാ അങ്ങനൊക്കെ അല്ലേ അവര് പറയുന്നേ. അപ്പം പിന്നെ അതിന്റെ പാപം നമുക്ക് കിട്ടുമോ? ദൈവത്തിന് അറിയത്തില്ല. 99% കള്ളത്തരമാണ്. RCC ഒരിക്കലും അങ്ങനെ വിടത്തില്ല. കാരണം റീജിയണൽ ക്യാൻസർ സെന്റർ എല്ലാം ഫ്രീ ആണ്. അവിടെ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യം. പക്ഷെ അവർ വരുന്നത് മരുന്ന് വാങ്ങിക്കാൻ കാശില്ല, അത് വാങ്ങിക്കാൻ കാശില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്, അല്ലേ? ഇങ്ങനെ ഒരാളെ സഹായിക്കണം ഒക്കെ ചുമ്മാ. ഓരോരുത്തരും ഓരോ വഴിയാണ് ജീവിക്കാനായിട്ട് അവലംബിക്കുന്നത്, അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ മടിയന്മാരാണ്. അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ താല്പര്യമില്ല. എന്തുകൊണ്ട് അവരെ മടിയന്മാരാക്കിയെന്ന് വെച്ചാൽ നമ്മളെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ ദാനം ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുമ്പോൾ അവരെന്തിനും ജോലിക്ക് പോകണം? ഒരു ജോലിക്ക് പോയാൽ ചിലപ്പോൾ കൂടി പോയ ഒരു 25,000, 30,000, 40,000, 50,000 പോട്ടെ. ഇവരൊരു 2 ലക്ഷം രൂപ എല്ലാ മാസവും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്തിനാ അവര് ജോലിക്ക് പോണേ, അല്ലേ? അതാണ് കാര്യം. എന്താണ് നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കുവല്ലേ? നമ്മൾ തന്നെയാണ് അവർ ചീത്ത. അപ്പൊ നമ്മൾ അതിനൊരു ഫുൾ സ്റ്റോപ്പ്, അല്ലേ? ഒരുപാട് അവരെ പ്രോത്സാഹിപ്പിക്കാതെ കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും ഒരേപോലെ പ്രോത്സാഹിപ്പിക്കാതെ കഴിഞ്ഞാൽ അവർ പതുക്കെ അത് നിർത്തിയിട്ട് പല ജോലിക്ക് പോയി തുടങ്ങും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ പ്രഭു കൃഷ്ണ. വീടുകളിലൊക്കെ വന്നിട്ട് ഈ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മളോട് ഈ അസുഖത്തിനല്ല അല്ലാതെ വേണ്ടി നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? അവര് എന്തിനാണ് ചോദിക്കുന്നത് മാതാജി? അവര് നല്ല കാര്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അവര് മോശപ്പെട്ട പ്രവൃത്തികൾ ചെയ്യണമെങ്കിൽ അതിന്റെ ഭാവം നമുക്ക് കിട്ടും. അത് നമ്മള് എന്താണ് ഉറപ്പുവരുത്തണം. ഇവരങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം, കുഴപ്പമില്ല. ദാനം ചെയ്യാം. ദാനം ചെയ്യേണ്ടത് നമ്മുടെ കടമ തന്നെ. കാരണം നമുക്ക് ഒരുപാടുണ്ട്. നമുക്ക് പനി വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആവശ്യത്തിലധികം ചൂട് നമ്മുടെ ദേഹത്ത് വരുമ്പോഴാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡോക്ടറെ കാണാൻ പോകണം. അതിനാണ് ദാനം എന്ന് പറയുന്നത്. ദാനം ചെയ്യേണ്ടത് ആവശ്യം എന്നാണ് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് പാത്രം അറിഞ്ഞ് ചെയ്യണം. നമ്മളൊരു വിഷമം വലിച്ചു വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ പാപം അതിലൂടെ നമുക്ക് വന്നു ചേരാൻ പാടില്ല. ആ ഒരു പ്രശ്നം മാത്രം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മുടെ സമയമായി വരുന്നു. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാം പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. നമ്മളാണെങ്കിലേ ഒരു ഇത് പറഞ്ഞായിരുന്നു, ഭഗവാന്റെ നമ്മൾ സേവനം ചെയ്യുന്ന കാര്യം, സേവനം ചെയ്ത് ഫലം ഇച്ഛിക്കില്ല, ആദ്യം അതാ നമ്മൾ പറഞ്ഞത്. അപ്പം അത് ഭൗതികമായിട്ടായാലും ആത്മീയമായിട്ടായാലും നമുക്ക് ബാധകമാണോ? ഭൗതികമായിട്ട് നമുക്ക് ബാധകമാണ്, ആത്മീയമായിട്ടല്ല. അതല്ല ഞാൻ ചോദിച്ചത് ഒന്നുകൂടെ ക്ലിയർ ആക്കാം. ഇപ്പൊ നമ്മൾ ഭഗവാനെ ഇപ്പൊ നമ്മൾ പൂജ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ നേരും, അപ്പൊ നമ്മൾ പറയുന്നത് ഇന്നത് വേണം എന്നൊക്കെ അത് ഫലം അതാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനാണോ? അല്ല.
അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഫലം ഉദ്ദേശിച്ച് നമ്മൾ ഒരു പൂജയും ചെയ്യാൻ പാടില്ല. നമ്മൾ അത് ചെയ്യുന്ന സേവനങ്ങൾ നിസ്വാർത്ഥമായിരിക്കണം. അതിനകത്തൊരു സ്വാർത്ഥത പാടില്ല. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. അല്ലേ? ഹരേ കൃഷ്ണ. പ്രഭു ഇപ്പൊ പറയുന്നത് ദാനമല്ല, അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു അർച്ചന ചെയ്യുന്നു ഭഗവാന്റെ, അല്ലെ, ഒരു അമ്പലത്തിൽ പോയിട്ട് അർച്ചന ചെയ്യുന്നു. അത് ഉം. നമ്മുടെ ആത്മാവിന് വേണ്ടിയാണ്. അല്ലേ? അതെ അല്ലെങ്കിൽ ആ, കൂടുതൽ നമ്മളെ ചില ആൾക്കാരൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഭഗവാന്റെ പേരിലാണ് അർച്ചന ചെയ്യുന്നത്, നമ്മുടെ പേരിൽ പോലും അല്ല. അത് ഉം. ഭഗവാനിന് വേണ്ടി ചെയ്യുന്ന നിസ്വാർത്ഥമായിട്ടുള്ള സേവനം. അതിനെയാണ് നിസ്വാർത്ഥ സേവനം എന്ന് പറയുന്നത്. ആ, നിഷ്കാമ കർമ്മം. അല്ലേ? നിഷ്കാമം. പക്ഷെ ഹരേ. എനിക്ക് ഒരു ലോട്ടറി അടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു അർച്ചന ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ ഭൗതികയിലോട്ട് വരുമ്പോ ഭൗതികമായിട്ടുള്ളതിൽ എല്ലാത്തിലും കർമ്മമുണ്ട് നമുക്ക്. അതിപ്പോ നമ്മളിപ്പോ ഭൗതികമായിട്ട് സ്ഥാപനത്തിൽ നമ്മൾ ജോലി എന്ത് ചെയ്യുന്നു, ചെയ്താൽ അല്ല അപ്പൊ ഇത് നമ്മൾ കൊണ്ടുവന്നു. സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, അപ്പം നമ്മളവിടെ നമ്മൾ പേയ്മെന്റ് നമ്മളെ സാലറി ചോദിക്കാൻ അങ്ങനെ ഉണ്ടോ? അതോ അയ്യോ, അങ്ങനെ ഒരിക്കലും ഭഗവാൻ പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ നമ്മളെങ്ങനെ ജീവിക്കും? നമുക്ക് ആ, കൃഷ്ണ പോലെ ചെയ്യണ്ടേ, ഭഗവാനെ സേവിക്കണ്ടേ, അതിന് കാശ് വേണം. ആ, തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, നിന്റെ നിയത കർമ്മം നീ ചെയ്യുക. എന്താണോ നിനക്ക് വെച്ചിരിക്കുന്ന കർമ്മം അത് നീ ചെയ്യുക. അത് നമ്മുടെ ധർമ്മമാണ്. നമ്മുടെ കുടുംബത്തിനെ നമുക്ക് പോറ്റണം, അല്ലേ? ഭഗവാന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കണം. അതെ നമുക്ക് അതെ. ശമ്പളം കിട്ടണം. അതിലൊരു അല്പം പോലും പാപമില്ല. പാപം വരും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ സുഖദേവ ഗോസ്വാമി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് നമ്മളെ എന്താണ് ശമ്പളത്തിന്റെ 50% നമ്മൾ ഭഗവാന് വേണ്ടി ചെലവഴിക്കണമെന്ന്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആർക്കെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് പ്രഭുപാദർ പറഞ്ഞത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് 11% അല്ലെ ഭഗവാന് വേണ്ടി ചെലവഴിക്കണം. 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ കിട്ടുമ്പോൾ ഒരു 100 രൂപ നമുക്ക് ചെലവാക്കിക്കൂടെ? അല്ലേ? അത് ചെയ്യാമല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ള പൈസയും കൂടെ ഭൗതികമാണെങ്കിൽ കൂടി അത് ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. മനസ്സിലായില്ലേ? അല്ലെ? ഈ 1000 കയ്യിൽ തന്നെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ 5 പൈസ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ നമ്മൾ പാപമായിരിക്കും പൂജിക്കുക. അതിലും പാപമുണ്ട്. പ്രഭു പറഞ്ഞത് കറക്റ്റാണ്, അതിൽ പാപമുണ്ട്. പക്ഷെ നമ്മളൊരു അല്പം എന്താണ് ചാരിറ്റി അല്ലെങ്കിൽ ദാനം ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അമ്പലത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാത്തിന്റെയും പാപം അതിൽ കളഞ്ഞു കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഹരേ പിന്നെ കൃഷ്ണ. അതാ നമ്മളെ നമ്മൾ ബാധിക്കും. ദശാംശം കൊടുക്കുക എന്ന് പറയുന്നത് അല്ലേ? യെസ്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ പൈസ ഉള്ളത് കൈ വെച്ചിരുന്നാല് RCC അങ്ങനെ ഇങ്ങനെയൊക്കെ ആൾക്കാർ വന്ന് വാങ്ങിച്ചിട്ട് പോകും. അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ പൈസ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അന്നദാനം, അതുപോലെ സൺഡേ പ്രോഗ്രാം, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് സൂമിന് ഇതിനൊക്കെ കൊടുക്കാൻ പറ്റും. അതിന് വിഷു കൈനീട്ടം 2-3 പേര് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുക, പ്രഭു വെരി ഗുഡ്. വിഷു കൈനീട്ടം കിട്ടിയില്ലാന്ന്. ഞാൻ അങ്ങോട്ട് അയച്ചില്ല. കുറെ നേരം ചിരിച്ചു. നമ്മളിപ്പോ നമ്മുടെ സാമ്പത്തികം ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. നമ്മളിപ്പോ ഭഗവാനെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോ ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാരും വരിക. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രഭുജി മുടങ്ങാതെ നമുക്ക് കിട്ടണം. പ്രഭുജിക്കും പ്രഭുജിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്